മച്ചാമാരെ നമ്മുടെ ബൈക്ക് മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നൈറ്റ് ടൈം ആണ് കേട്ടോ. പിന്നെ വണ്ടിയുടെ ഉടമസ്ഥ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ സാധനം മേടിക്കാൻ പോവാം കേട്ടോ. അപ്പൊ വേഗം പോയിട്ട് വരാം. കൈവാണോ? പിന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് കടയുള്ളത് കൊണ്ടാണ് നമ്മൾ ഹെൽമെറ്റ് ഒന്നും യൂസ് ചെയ്യാതെ പോകുന്നത്. പിന്നെ ലൈസൻസ് ഇല്ലാതെ ആരും വാഹനങ്ങളൊന്നും ഓടിക്കാതിരിക്കാൻ ഹെൽമെറ്റ് മാക്സിമം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ യൂട്ടിലൈസ് ചെയ്യാം. സേഫ്റ്റി ഈസ് അവർ നമ്പർ 1 പ്രയോറിറ്റി. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ യാത്ര തുടങ്ങിയിട്ട് നമ്മൾ കടയിൽ എത്തുന്നേ ഉള്ളൂ. രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ ടൗൺ എത്തി, മെയിൻ ടൗൺ എത്തി. നമ്മൾ കട എത്തിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് പരിപാടി കാണിച്ചു തരാം. അങ്ങനെ പോയേക്കാം. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. വേഗം ഇവിടുന്ന് പോവാണ്. ഇതൊക്കെയാണ് നമ്മൾ ബൈക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മേടിച്ചേക്കുന്ന സാധനങ്ങൾ. 2 കുപ്പി പെയിൻറ്റ് മേടിച്ചിട്ടുണ്ട്. അത് മാറ്റ് ബ്ലാക്കും നോർമൽ ബ്ലാക്കും പിന്നെ ഫ്ലൂറസെൻ്റ് കളറുള്ള ഒരു വൈസറും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഹെൽമെറ്റിന് വേണ്ടി ഒരു ഗാർഡും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഈ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയായി ഇരുന്നത്. പിന്നീടാണ് എന്ത് ചെയ്തത്, നമ്മൾ അതിൻ്റെ മാറ്റങ്ങളൊക്കെ വരുത്തിയത്. അപ്പോൾ ചെയ്തത് ഇതിൻ്റെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പൊളിച്ച് അത് നമ്മൾ തന്നെ മോപ്പ് ചെയ്തെടുക്കുക ചെയ്തു. You ask me how we got here, 'cause you don't know how. You say we're taking on water, yeah, we're sinking now. You're looking all concerned, like we're gonna drown, but we both. ഇനി അങ്ങോട്ട് കട്ടിങ്ങിന്റെ ചാകരയാണ്. നമ്മൾ ബോഡി മൊത്തം കീറി മുറിച്ച് പണ്ടാറടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ട് വരും. Where you go, I go too. And if you hit the bottom, I'm going down with you. Let's take it slow. Who cares where we gotta be? You know you'll have a good time wherever you're with me. അപ്പോൾ ഈ കുനിഞ്ഞ് നോക്കുന്നവനാണ് സച്ചിൻ. ഇവനാണ് വണ്ടിയുടെ മെയിൻ ആൾ. ഒരു പണി എടുക്കത്തില്ല, വെറുതെ വന്ന് ലേസ് നിന്നോണ്ടിരിക്കും. അപ്പോൾ ഇവനെ ഓർത്തിട്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കോ കേട്ടോ. I know I'm not easy. I drag you out your mind, and there are days I hate you, but baby you're still mine. And we have the best times, no matter what we do. And even when we don't, there's nobody I'd rather choose. Let's take it slow. Where you go, I go too. And if you hit the bottom, I'm going down with you. Let's take it. അപ്പോൾ ഇപ്പോൾ ചേർക്കത്തേക്ക് ചെയ്ത് വെക്കുന്നത് നമ്മൾ കട്ട് ചെയ്തതും സ്പോട്ട് ചെയ്തതുമായ ഭാഗങ്ങൾ തുരുമ്പെടുക്കാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് വിടുവാണ്. മെയിൻ പെയിൻറ്റിംഗ് ഒക്കെ പിന്നീടാണ് വരുന്നത്. അതിനുശേഷം സ്റ്റിക്കർ അടിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹെൽമെറ്റ് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കണം. നമ്മൾ ആദ്യം പ്രൈമർ കോട്ട് അടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് ചെറിയ പോളിഷിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. എപ്പോഴും സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് വെക്കുക. കവർ പൊളിക്കാൻ നേരത്ത് ദയവ് ചെയ്ത് പാട്ട് പാടാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളിത് പോളിഷ് ചെയ്യാൻ പോകണം. പോളിഷ് ചെയ്യുന്നത് വേറൊന്നും വെച്ചിട്ടല്ല, വാസ്ലിൻ വെച്ചിട്ടാണ്. ഓക്കെ, ഈ പരുക്കനൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ ജസ്റ്റ് ഒന്ന് ഷൈൻ ആയിട്ടിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പോളിഷ് ചെയ്യുന്നത്. അപ്പോൾ വാസ്ലിനുണ്ട് പോളിഷ് ചെയ്യുക. പോളിഷ് ചെയ്ത ആ സാധനം നല്ല കുട്ടപ്പനായിട്ട് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. നല്ല തിളക്കത്തോടെ കിട്ടിയേക്കുന്നത്.
അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ബൈക്കിന്റെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ സൈഡിൽ സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റിക്കർ എല്ലാം പൊളിച്ചു കളഞ്ഞു. കാരണം പുതിയ സ്റ്റിക്കർ വർക്ക് ചെയ്യണം. പിന്നെ ചെയ്യുന്നതാ സ്പോക്കറ്റ്. അത് നമുക്കിവിടെ സ്പോക്കറ്റിന്റെ സെക്ഷൻ, ഇതിന്റെ റിമ്മും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് അന്ന് രാത്രി ചെയ്തൊരു വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം പുട്ടിയിട്ടിട്ട് അത് ഗ്യാപ്പ് അടച്ചു വെച്ചു. അപ്പോൾ ഇനി ചെയ്യുന്നത് സ്പ്രേ പെയിന്റിന്റെ വർക്കാണ്. അപ്പോൾ സ്പ്രേ പെയിന്റ് വർക്ക് കാണിച്ചു തരാം കേട്ടോ. യെസ്, പുള്ളിക്കാരൻ ഇച്ചിരി നാണമാണ്, അതുകൊണ്ട് ക്യാമറ ഓടി വിളിച്ചത്. വണ്ടിയുടെ ഉടമസ്ഥനാണ്. അങ്ങനെ 2 ദിവസത്തെ കഷ്ടപ്പാട് കൊണ്ട് നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ് വർക്ക്, ബോഡി വർക്കും, കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തീർന്നു. നമ്മൾ വണ്ടിക്ക് അഡീഷണൽ ആയിട്ട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ്സ് ചെയ്തു, ക്ലസ്റ്ററൊക്കെ ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി കാണണ്ടേ, കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഹെഡ്ലൈറ്റിൽ സ്റ്റിക്കർ പതിപ്പിച്ചോടുകൂടി നമ്മുടെ മോഡിഫിക്കേഷൻ ഫുൾ കംപ്ലീറ്റ് ആയി. നമ്മൾ അന്ന് ചെയ്തേക്കുന്നത് ഇത്രയും വർക്കാണ്. ഇപ്പം ഏകദേശം വണ്ടി അന്ന് പണിഞ്ഞിട്ട് ഏകദേശം 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് വണ്ടി നമ്മുടെ കയ്യിലൊന്ന് കിട്ടിയത്. സമാനത്തോടെ ഒന്ന് ഷൂട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ചെയ്തേക്കുന്ന അൾട്രേഷൻ എനിക്കാന്ന് വെച്ചാൽ ഒന്ന് ഇതിൻ്റെ സ്റ്റിക്കർ വെക്കണം മെയിനായിട്ട്. ഓക്കെ, നമ്മൾ ഫ്രണ്ടിൽ ഫ്ലൂറസൻ സ്റ്റിക്കറാണ് കൊടുത്തേക്കുന്നത്. അതിപ്പോൾ ഒരു കുറച്ച് ഗ്രീനിഷ് ആയിട്ടായിരിക്കും ക്യാമറ കിട്ടുന്നത്. ഫ്ലൂറസൻ ആണ്. ഓക്കെ, നമ്മളത് പിന്നെ അത് ലൈറ്റൊക്കെ ഓൺ ആകുമ്പോൾ
നമുക്ക് കുറച്ച് കണ്ണിന് കുറച്ച് കുളിർമ കിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഹോണ് 3 ഹോണൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ അതൊക്കെ കുറച്ച് വയലേഷൻ കൂടുതലുണ്ട്, നമ്മൾ അങ്ങനത്തെ വർക്കൊന്നും ചെയ്തില്ല. പിന്നെ എൻജിൻ മാക്സിമം എന്താ പറയുക, അതിന് പെയിൻ്റ് അടിച്ച് നല്ല ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എൻജിൻ്റെ ഹെഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലുള്ള സസ്പെൻഷൻ്റെ ഓയിലിങ്ങും കാര്യങ്ങളും ചെക്ക് ചെയ്തു. ടയറിൽ അങ്ങനെ കുറച്ച് നേരം കൂടെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആളുടെ ഇൻസ്റ്റാഗ്രാം ID Tron046. അപ്പോൾ ഈ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷ്വൽസും മറ്റേ ഷോട്ടൊക്കെ കാണണമെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ വന്നേക്കുന്നത് വണ്ടിയുടെ മെയിൻ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് നോക്കുവാണെങ്കിൽ ഡൗൺ കർവ് ഗ്ലാസ് ആണ് വെച്ചേക്കുന്നത്. ഇതിന് എത്ര കോസ്റ്റ് വന്നടാ? ഏകദേശം എത്ര രൂപ ചിലവ് വന്നു? ഏകദേശം ഒരു 300-400 രൂപയുടെ ചിലവ് വന്നിട്ടുണ്ട് ഡൗൺവേർഡ് ഗ്ലാസ്സിന്. പിന്നെ ചെയ്തേക്കുന്ന ഒരു ടോപ്പ് ഇൻ 1 കസ്റ്റമൈസേഷനാണ് ഇതിൻ്റെ ഈ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ ക്ലസ്റ്റർ ചെയ്തേക്കുന്നത് നമ്മൾ അതിൻ്റെ ഹാൻഡിൽ നിന്ന് ഒരു പട്ടക്കഷ്ണം പുറകോട്ട് ഇട്ടിട്ട് അതിലേക്ക് ക്ലസ്റ്റർ നമ്മൾ ആദ്യം തുളച്ചിട്ട് നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചു. ഇങ്ങനെയാണ് നമ്മൾ ക്ലസ്റ്റർ അലൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം ഇഗ്നിഷനൊക്കെ ഓൺ ആക്കാൻ നേരത്ത് നമുക്കൊരു 2D ലൈറ്റിങ് നമ്മൾ അഡപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടുന്ന് അല്ല ചെയ്താൽ നമ്മൾ കടയിൽ നിന്ന് തന്നെ അഡപ്പ് ചെയ്തതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തത് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക്. പിന്നെ ഇതിൻ്റെ ഫ്രെയിമിന് കുറച്ച് കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തേക്കുന്നതാണ് സസ്പെൻഷൻ. നമ്മൾ മാക്സിമം റൈഡിങ് കംഫർട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ സസ്പെൻഷൻ ഹൈ ചെയ്ത് വെച്ചേക്കുന്നത്. നോക്കിയാൽ കാണാം, സസ്പെൻഷൻ അല്പം ഹൈറ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നോർമൽ ലുക്ക് തന്നെ ആയിരിക്കും, പക്ഷെ റൈഡ് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെതായ കംഫർട്ട് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ എക്സോസ്റ്റിന് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് അല്പം വലുതാക്കിയിട്ടുണ്ട്. കാരണം അല്പം സൗണ്ടിന് വേണ്ടി തന്നെയാണ്, വേറൊന്നിനുമല്ല. മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്, ഇതിൻ്റെ സ്റ്റിക്കർ വർക്കും തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിതാ ഇവിടെ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ടാങ്ക് ഉണ്ടല്ലോ, ടാങ്കിൻ്റെ ഇവിടെ 2 ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് നമ്മൾ പൊട്ടി വെച്ച് അടച്ച് ഈ രണ്ട് പ്ലേറ്റിങ് നമ്മൾ ഒന്നാക്കി വെച്ചേക്കുവാണ്. ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നതാണ്, 2 നട്ടുള്ള 2 ഗ്യാപ്പാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഒന്നാക്കി വെച്ചേക്കുവാണ്. ഇത്രയാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. തെമ്മാടിച്ചെറുക്കൻ ഒരാളുടെ ഇൻസ്റ്റാഗ്രാം ID ആണ്, വണ്ടിയുടെ പ്രോ റൈഡറാണ്. ഓക്കെ എടാ, ഇവിടെ സ്റ്റിക്കർ എന്തായിരുന്നു പറ്റി സച്ചിനെ? അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അപ്പം ഞാൻ പൊടിച്ചു കളഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഒട്ടിക്കും. വണ്ടി ഇനി ഫുള്ള് അടുത്ത കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ പെയിന്റിങ് കസ്റ്റമൈസേഷൻ ആണ്. അത് വണ്ടി ഫുള്ള് ഫ്ലൂറസെന്റ് പെയിന്റ് അടിക്കും. ഇവിടുത്തെ സ്റ്റിക്കർ വർക്കിംഗ് അതങ്ങനെ പൊതുവെ ആർക്കും അതിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ചേഞ്ച് ചെയ്ത് തന്നെ. പക്ഷെ നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, വണ്ടി ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് എന്തായാലും അഡീഷണൽ ആയിട്ട് വെക്കേണ്ടത്. കാരണം ഈ ഒരു ഗ്ലാസ് സ്വല്പം സ്റ്റൈലിഷ് ആണെങ്കിലും നമുക്ക് അത്ര യൂസേജ് എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത്ര ഉപകാരം തോന്നത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ മിക്കവാറും ഈ ഡൗൺവേർഡ് ഡക്സ്, അതായത് ഡൗൺവേർഡ് മിറേഴ്സ് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെൽമെറ്റ് തന്നെയാണ്. അതായത് ആ വണ്ടിയുടെ ബേബി സൈസാണ് നമ്മളിവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് സ്റ്റിക്കർ വർക്കിങ്, അതിൻ്റെ പെയിൻറ്റിങ് ആയിക്കോട്ടെ, വണ്ടി എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ അതിൻ്റെ സ്റ്റിക്കർ വർക്കും ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ റൈഡർ ഉണ്ടല്ലോ, അങ്ങനെ എപ്പോൾ നോക്കിയാലും ഇതിൻ്റെ സ്റ്റിക്കർ വർക്കിനുള്ള ചെരുപ്പ് ഇട്ട് നടക്കാറുള്ളൂ. ഇനിയിപ്പോൾ ഫ്ലൂറസെന്റ് വച്ചാണ്, അടുത്ത ആഴ്ച പുള്ളിയുടെ താല്പര്യം മാറും. അങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ ആൾക്കാരുടെ താല്പര്യമല്ലേ മെയിൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. It's all about humanity. It's all about humanity. It's all about humanity.
മച്ചമാരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം. സോ ബൈ ഫ്രം വില്ലേജ് ജീനിയസ്. ചെക്കൻ കാറോടൊന്നും കിട്ടിയേക്കല്ലോ കേട്ടോ. നമ്മള് സബ്സ്ക്രൈബറാണ്, കട്ട സപ്പോർട്ടാണ്. അതെ അതെ അതെ, പണ്ട് നമ്മുടെ അയൽവക്കക്കാരനായിരുന്നു. അതെ, ഈ കൂടെ കടന്നതിനെ കാണിച്ചു തരാം. ചെക്കന് പ്രായപൂർത്തിയായി കേട്ടോ, അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിന് വിചാരിക്കില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.